കൊട്ടാരക്കര LICയിൽ 2 ഘട്ടങ്ങളിലായി പോളിംഗ് ഒഫീഷ്യൽസിന് ട്രെയിനിങ് നൽകിയിരുന്നു. മിനി സിവിൽ സ്റ്റേഷനിലും കിലയിലെ അനക്സ് ഹാളിൽ 2 ഹാളിലും. ഈ 2 ഘട്ടങ്ങളിലും ട്രെയിനിങ്ങിൽ പങ്കെടുക്കാത്ത ചില ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർക്കുള്ള ഒരു വട്ടം അവർക്കൂടെ ട്രെയിനിങ്, പിന്നെ അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഇലക്ഷനിലെല്ലാം ഉണ്ടായിരുന്നു 2 ആപ്പ്, പോൾ മാനേജർ ആപ്പ്, ASD ആപ്പ്. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന വിധവും അത് എങ്ങനെ ഏതൊക്കെ അവസരങ്ങളിൽ അതിലൂടെ മെസ്സേജ് ഇലക്ഷൻ കമ്മീഷന് നൽകണം എന്നും ഈ പോളിംഗ് ഒഫീഷ്യൽസിനെ ട്രെയിനിങ് കൊടുക്കുന്നതിന് അത് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ട്രെയിനിങ് വീണ്ടും അറേഞ്ച് ചെയ്തിരുന്നത്. ഇതിൽ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരും അന്ന് പങ്കെടുക്കാൻ പറ്റാഞ്ഞ നിരവധി ഉദ്യോഗസ്ഥർ ഇന്ന് പങ്കെടുത്തിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഒരു നല്ല പ്രതികരണമായിരുന്നു. അവർക്ക് ഇലക്ഷനെ സംബന്ധിച്ച്, ഇലക്ഷൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച്, വോട്ടിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പല പ്രോസസ്സ്, അതിനുള്ള കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ദൂരീകരിക്കാനും ഈ പോളിംഗ് ഒഫീഷ്യൽസ് അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനും ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ എല്ലാവരും ഏറെക്കുറെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് രാവിലത്തെ സെഷനിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ളത്. ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ഇഷ്യൂ ചെയ്തിരുന്നു. ആ പോസ്റ്റൽ ബാലറ്റുകൾ ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ ക്രമീകരിച്ചുകൊണ്ട് ഈ വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവിടെ തന്നെ വോട്ട് ചെയ്യിക്കാനുള്ള പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരെ ഇവിടെ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു സെൻറ്റർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വന്നിട്ടുള്ളതിൽ നിരവധി ഉദ്യോഗസ്ഥർക്ക് ഈ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അത്തരത്തിൽ ജീവനക്കാർക്ക് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൻ്റെ സമയത്ത് തന്നെ അവർക്ക് വോട്ട് ചെയ്ത് പോകുന്നതിനുള്ള ഒരു സംവിധാനം കൂടാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ കിലയുടെ തന്നെ CSCD ഹാളിൽ ചടയമംഗലം നിയോജക മണ്ഡലത്തിൻ്റെയും ഇതേപോലെ തന്നെയുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ജീവനക്കാർക്കും അല്ലെങ്കിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും പോൾ ഡ്യൂട്ടി ചെയ്യുന്ന ദിവസം ഒരു തരത്തിലുള്ള മാനസിക സംഘർഷവും ഇല്ലാതെ തന്നെ ഈ ഡ്യൂട്ടി ചെയ്യുന്നതിന് അവരെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു റിഫ്രഷ്മെൻറ്റ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ ജീവനക്കാർ അതിനോട് സഹകരിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ.